നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. KSU പ്രതിഷേധത്തെ തുടർന്നുള്ള പരിക്കിൽ ചികിത്സ തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് വിട്ടിരിക്കുകയാണ്. ഇനി ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. എന്തായാലും വിവാദങ്ങൾ കയവുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രശ്നങ്ങളും വിവാദങ്ങളും തീരട്ടെ അല്ലേ? സംഘർഷങ്ങൾ കൊണ്ട് ആർക്കും ഗുണമില്ലല്ലോ. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ്. വിവാദങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വളരെ ആക്റ്റീവായി നിൽക്കുന്ന കാലമാണ്. എന്തായാലും അതിനിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഒരുക്കങ്ങളും ഒക്കെ കാര്യക്ഷമമായി തന്നെ മുന്നണികൾ നടക്കുന്നുണ്ട്. അങ്ങനെ സജീവമായൊരു ദിവസത്തിലെ ഇന്നത്തെ വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. പ്രധാന വാർത്തകളിൽ നിന്ന് തുടങ്ങാം. KSU പ്രതിഷേധത്തിനിടെ പരിക്കുപറ്റി കണ്ണൂരിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് വരുന്നു എന്ന് മെഡിക്കൽ ബോർഡ്. പുലർച്ചെ സ്വന്തം വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ച മന്ത്രിയുടെ തുടർ ചികിത്സ മെഡിക്കൽ കോളേജിലെന്ന് സൂചന. റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് RPFന് അപേക്ഷ നൽകിയ അന്വേഷണ സംഘം. അഫ്ഗാൻ അതിർത്തിയിൽ പാക് ആക്രമണം. താലിബാന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. പാക് സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ. കേരള സ്റ്റോറി 2 സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയും. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് രാത്രിയിലും വാദം കേട്ട് കോടതി. സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല എന്ന നിർമ്മാതാക്കൾ. സിനിമ ഇന്ന് തന്നെ റിലീസ് ചെയ്യാൻ അനുവദിക്കണമെന്നും ആവശ്യം. CPM പോളിറ്റ് ബ്യൂറോ ഇന്ന് പിണറായി മത്സരിക്കുന്നതിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും. RSPയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ചകൾ തുടരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര ഇന്ന് പത്തനംതിട്ടയിൽ. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി. വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് സർക്കാർ വിശദീകരിക്കണം. സ്പാർക്കിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പരാതിക്കാർ. കോടികൾ ചെലവിട്ട് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നവീകരണ പ്രവൃത്തികളിലെ അപാകതകൾക്കെതിരെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഉദ്ഘാടനത്തിനായി നടക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങളെന്ന് പരാതി. ജോലികൾ വേഗത്തിൽ തീർക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ബലക്ഷയത്തിന് കാരണമാകുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ്. T20 ലോകകപ്പിൽ സെമി പ്രതീക്ഷ നിലനിർത്തി ഇന്ത്യ. നിർണായക മത്സരത്തിൽ സിംബാബ്വേയെ തോൽപ്പിച്ചത് 72 റൺസിന്. ഞായറാഴ്ച വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ ഇന്ത്യ സെമി. അങ്ങനെ വലിയൊരു വിവാദത്തിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി വിട്ടിരിക്കുകയാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് ഇന്ന് പുലർച്ചെ തിരിച്ചത്. റോഡ് മാർഗേനയാണ് യാത്ര. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തായാലും ജോസഫ് നൽകും. ജോസഫ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജ് വിട്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മന്ത്രിയുടെ ആരോഗ്യനില, അതായത് പ്രശ്നങ്ങളില്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയായിരിക്കുമോ അല്ലെങ്കിൽ അല്ലാത്ത ചികിത്സയായിരിക്കുമോ മന്ത്രിക്ക് നൽകുക? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലെത്തിയ മന്ത്രിക്ക് നേരെ KSU പ്രതിഷേധമുണ്ടാക്കുകയും ആ പ്രതിഷേധത്തിൽ പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിലാക്കുകയും ചെയ്തത്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇന്നലെ 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ അവിടെ പ്രവേശിപ്പിച്ചതാണ്. ഇന്നലെ ഉച്ചയോട് കൂടി തന്നെ ആദ്യഘട്ട മെഡിക്കൽ ബോർഡ് ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കഴുത്തിന് വേദനയിൽ അല്പശമനമുണ്ട്. മാത്രമല്ല വിദഗ്ധ ചികിത്സ, അതായത് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സ ആവശ്യമില്ല. കൈകാലുകൾക്ക് മരവിപ്പ് തുടരുകയാണ് എന്നാണ് ഉച്ചയ്ക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചത്. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, യാത്രയ്ക്ക് ഇപ്പോൾ നിർവാഹമില്ല എന്നാണ് ഡോക്ടർമാർ ആ ഘട്ടത്തിൽ പറഞ്ഞത്. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഇന്നലെ രാത്രിയോടുകൂടി മെഡിക്കൽ ബോർഡ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർമാരെ കൂട്ടിച്ചേർത്ത് യോഗം നടത്തിയിരുന്നു. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് നൽകാൻ തയ്യാറാവുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി
പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മന്ത്രി വീണ ജോർജിന് ഡിസ്ചാർജ് നൽകിയിരിക്കുന്നത്. സ്വന്തം വാഹനത്തിലാണ് വീണ ജോർജ് ഇപ്പോൾ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കഴുത്തിലെ വേദനയ്ക്കും കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല കൈകളുടെ മരവിപ്പും മാറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ വേണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഡിസ്ചാർജ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഈ വീണ ജോർജിനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാത്രയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരേണ്ടി വന്നത്. അതിനിടെ മന്ത്രി വീണ ജോർജ് ഇത്തരത്തിൽ ICUവിൽ നിന്ന് നഴ്സുമാർക്കൊപ്പം ഫോട്ടോ എടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം വലത് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായ ശരി ജോസഫ്, എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജോസഫ്. അപ്പോൾ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. പാക് അഫ്ഗാൻ അതിർത്തിയിലെ ഏറ്റുമുട്ടലാണ്. കനത്ത ഏറ്റുമുട്ടൽ തുടരുക തന്നെയാണ് അവിടെ. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ പറയുന്നു. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട് എന്നും താലിബാൻ അറിയിച്ചു. ഡ്യൂറൻ ലൈനിലെ പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായാണ് വലിയ തരത്തിലുള്ള ഈ ഓപ്പറേഷൻ എന്ന സബീഹുള്ള മുജാഹിദ് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. താലിബാൻ കരസേനാ മേധാവി ഖാരി ഫസീഹുദ്ദീൻ ഫിത്രത്ത് നേരിട്ടാണ് അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നങ്കർഹാർ, കുനാർ പ്രവിശ്യകളിലെ പാക് സൈനിക കേന്ദ്രങ്ങളാണ് താലിബാൻ ലക്ഷ്യമിട്ടത്. രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ കണ്ടെത്താൻ അത്യാധുനിക ലേസർ സംവിധാനങ്ങൾ അതിർത്തിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ശത്രു സൈന്യത്തെ അനായാസം തകർക്കാൻ ഇത് സഹായിക്കുമെന്നും താലിബാൻ അവകാശപ്പെടും. കുനാർ പ്രവിശ്യയിലെ മനാവാര, നരി ജില്ലകളിലായി 5 ഔട്ട് പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തു എന്നും ഇവിടെ 40 പാക് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമാണ് താലിബാൻ വക്താവ് ഹമീദുള്ള ഫിത്രത്ത് നൽകുന്ന വിവരം. നങ്കർഹാർ പ്രവിശ്യയിലെ ദുർബാബ, ഗോഷ്തെ ജില്ലകളിലായി 7 ഔട്ട് പോസ്റ്റുകൾ താലിബാൻ നിയന്ത്രണത്തിലാക്കി. ഇവിടെ നിന്ന് 13 സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം സംഭവത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട്. ദി കേരള സ്റ്റോറി 2 2ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഇന്നലെ ഉച്ചയ്ക്ക് ചിത്രം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്ക് പിന്നാലെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി അടിയന്തര സ്വഭാവത്തിൽ കണക്കിലെടുത്ത് കോടതി രാത്രി വാദം കേൾക്കാനും തയ്യാറായിരുന്നു. എന്തായാലും വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ തുടരുകയാണ്. ഇന്നെന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാകുമോ? എങ്ങനെയാണ്? ശ്രീജ, ഇന്നലെ രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഹർജി സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും പിന്നീട് ഈ സിനിമയുടെ പ്രദർശനാനുമതി തടയുകയും ചെയ്തിരുന്നു. 2 ആഴ്ചത്തേക്കായിരുന്നു തടഞ്ഞിരുന്നത്. പിന്നീട് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയാണ് ഹർജി പരിഗണിച്ചത്. അങ്ങനെ ഹൈക്കോടതിയുടെ പ്രത്യേക സിറ്റിംഗ് നടത്തിയായിരുന്നു ഇന്നലെ ഹർജി പരിഗണിച്ചിരുന്നത്. പ്രധാനമായിട്ടും നിർമ്മാതാക്കൾ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം സിനിമയുടെ പ്രദർശനാനുമതി തടയുന്നതോടുകൂടി തന്നെ വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് സിനിമയുടെ നിർമ്മാതാവിന് ഉണ്ടാവുക. മാത്രവുമല്ല, കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ സിനിമയിലില്ല. ഈ നേരത്തെ ഇതിനെതിരായിട്ട് ഹർജി കൊടുത്ത ആളുകളുടെ വാദങ്ങൾ തെറ്റാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു നിർമ്മാതാക്കൾ ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തുകയും ഹർജി അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും സിനിമയുടെ പ്രദർശനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. ഈ ഹർജി പരിഗണിക്കുകയും പിന്നീട് അത് ഇന്ന് ഉത്തരവ് പറയാനായിട്ട് മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും
നേരത്തെ ഈ സിനിമയുടെ പ്രദർശനാനുമതി തടയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉന്നയിച്ചിരുന്ന ആരോപണം ഈ സിനിമ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന വാദത്തിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നടന്ന ഈ വാദത്തിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ച ഒരു കാര്യം, ടീസറിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സിനിമയിലില്ല, കേരളത്തെ മോശമായി ചിത്രീകരിക്കാനായിട്ടുള്ള ഒന്നും തന്നെ സിനിമയിലില്ല. മാത്രവുമല്ല കേരള സ്റ്റോറി 1 ഇതിൻ്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയ സമയത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നതാണ്. എന്നാൽ ഒരു കോടതി പോലും ഈ സിനിമയുടെ പ്രദർശനം തടഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു, ഇന്ന് റിലീസ് ചെയ്യും എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ ഹർജിയും ഈ മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇന്ന് ഈ പ്രദർശനത്തിന് തടയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 2 ആഴ്ചത്തേക്ക് പ്രദർശനം തടയുന്നതായിട്ടുള്ള സാഹചര്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും സിനിമ ഇനി പ്രദർശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പറയും. മാത്രവുമല്ല സിനിമയിൽ ഹർജിക്കാർ, അതായത് നേരത്തെ ഇതിനെതിരായിട്ട് ഹർജി നൽകിയിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള മതസൗഹാർദ്ദം തകർക്കുന്നതോ അല്ലെങ്കിൽ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതോ തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നത് പരിശോധിക്കാനായിട്ട് വീണ്ടും സെൻസർ ബോർഡ് ഈ സിനിമ കാണണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി കിരൺ, എന്തായാലും ദി കേരള സ്റ്റോറി 2 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് എന്തായാലും ഡിവിഷൻ ബെഞ്ച് വിധി പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കിരൺ കുമാർ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡാറ്റ ചോർന്നതിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വ്യക്തി വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്ന് ലഭിച്ചു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കോടതി അറിയിക്കുക. ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഡേറ്റ ചോർച്ചയിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത്. ഡേറ്റ മറ്റൊരാവശ്യങ്ങൾക്കും ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ വിവാദമായൊരു വിഷയം, ചെന്നിത്തലയൊക്കെ രൂക്ഷമായി പ്രതികരിക്കുന്നത്, ഇന്നലെയും അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടു. എന്തായാലും ഇന്ന് കോടതിയിൽ എന്ത് ന്യായീകരണമാണ്, എന്ത് മറുപടിയാണ് സർക്കാർ നൽകുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്, അല്ലേ? കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളിലൂടെ എത്തിയിട്ടുള്ള കെ സ്മാർട്ട് വഴി എത്തിയിട്ടുള്ള നമ്പറുകളും വിവരങ്ങളും കൈമാറാനാണ് ഇപ്പോൾ നേരത്തെ ഡേറ്റ വഴി ഡേറ്റ അതിലേക്ക് വന്നു ാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശം വന്നിരുന്നത്. അത് പ്രകാരം ഏകദേശം 1 കോടിയോളം ആളുകളുടെ വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തു. ഇതുപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഇടപെടുകയും ചെയ്തിരുന്നു. ഇത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന ഒരു കാര്യം കൂടി കോടതി പ്രത്യേക നിർദ്ദേശമടക്കം നൽകിയിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി അടക്കം നിലനിൽക്കുന്നുണ്ട്. ആ വിധിയുടെ ലംഘനമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ OSD ഉൾപ്പെടെയുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ OSDയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ PRDക്ക് ഈ വിവരങ്ങൾ കൈമാറാൻ, ഇതിൻ്റെ ഡേറ്റകൾ കൈമാറാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കത്തുകളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. എന്ത് തന്നെയായാലും ഇന്നിപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്, എന്തിനു വേണ്ടിയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരം ഇന്ന് ഹൈക്കോടതിക്ക് നൽകേണ്ടതുണ്ട്. ഹൈക്കോടതി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കാരണം ജനങ്ങളുടെ വിവരങ്ങൾ, അവരുടെ ഡേറ്റകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഡേറ്റകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായി. അതുപ്രകാരമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ വിശദീകരണം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഇന്ന് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഹൈക്കോടതി നൽകും. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു. കാരണം ആളുകളുടെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് അവർക്ക് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക്, ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന കാര്യം കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തിനായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേർഷൻ അതെന്താണ് എന്നത് സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അത് ലഭിച്ചതിന് ശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിധിയടക്കം പറയുകയും ചെയ്യും. എന്ത് തന്നെയായാലും
ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊരു നിർദ്ദേശങ്ങളൊക്കെ ഇതിനോടകം തന്നെ നിലനിൽക്കുന്നുണ്ട്. അവയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതി ഇനി എന്ത് പറയുമെന്നാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായിട്ടും രജിത്ത്, എന്തായാലും ഈ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ ഡേറ്റ ചോർന്നതിൽ എന്ത് വിശദീകരണമാണ് സർക്കാർ എന്ന ഹൈക്കോടതിയിൽ നൽകുക എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എല്ലാ മുന്നണികളും ഒക്കെ അതിനായിട്ടുള്ള സജീവ ചർച്ചകളും നടത്തുകയാണ്. CPM-ന്റെ നിർണായക പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും വിജയരാഘവനും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. രാജ്യത്ത് CPM-ന് ഭരണമുള്ള ഏക സംസ്ഥാനമായി കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് തന്നെ മത്സരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിച്ചില്ല എങ്കിൽ PB അംഗമായ വിജയരാഘവനെ മത്സരിപ്പിച്ചേക്കും. മന്ത്രിമാരായ P രാജീവ്, KN ബാലഗോപാൽ എന്നിവർക്കൊപ്പം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും തോമസ് ഐസക്, CS സുജാത എന്നിവരും മത്സരിച്ചേക്കും. അതേസമയം KK ശൈലജ മത്സരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി തീരുമാനം നിർണായകമായിരിക്കും. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഇന്നത്തെ PB യോഗം ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിലെ തർക്കം അങ്ങനെ തുടരുകയാണ്. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരവിപുരത്തെ RSP സ്ഥാനാർത്ഥിയെ ജില്ലാ കൗൺസിൽ യോഗത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇനി ഇരവിപുരത്ത് ആര് മത്സരിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. അഡ്വക്കേറ്റ് MS ഗോപകുമാർ, കാർത്തിക് പ്രേമചന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് അവസാന പട്ടികയിലും മുന്നിലുള്ളത്. NK പ്രേമചന്ദ്രൻ MP-യുടെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര് ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. അഡ്വക്കേറ്റ് MS ഗോപകുമാറിനെ അനുകൂലിച്ച് മറുപക്ഷം രംഗത്ത് വന്നു. പ്രവർത്തന പാരമ്പര്യമുള്ളവരെ മത്സരിപ്പിക്കണമെന്ന് ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തർക്കം രൂക്ഷമായതോടെ ജില്ലാ കൗൺസിലിലും തീരുമാനമെടുക്കാനായില്ല. ഇതോടെ അന്തിമ തീരുമാനം ഇന്ന് കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിന് വിട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അങ്ങനെ പര്യടനം തുടരുകയാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. രാവിലെ 8 മണിക്ക്, അതായത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ അല്പസമയത്തിനകം തന്നെ അടൂർ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിൽ വിവിധ രംഗങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടക്കും. തുടർന്ന് അടൂർ, തിരുവല്ല, ആറന്മുള, കോന്നി, റാന്നി എന്നീ 5 മണ്ഡലങ്ങളിലും യാത്ര പര്യടനം നടത്തും. വിപുലമായ സ്വീകരണ പരിപാടികളാണ് ജില്ലയിൽ പാർട്ടി ഒരുക്കിയിട്ടുള്ളത്. NK പ്രേമചന്ദ്രൻ MP, PJ കുര്യൻ, രമേശ് ചെന്നിത്തല MLA, അടൂർ പ്രകാശ് MP, ആന്റണി MP തുടങ്ങിയവർ വിവിധയിടങ്ങളിലെ സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ആവശ്യമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാകും ജയം എന്ന ചോദ്യം തന്നെയാണ് സംസ്ഥാനമാകെ ചർച്ചയാകുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി നല്ലത് ചെയ്യുന്നവർ അധികാരത്തിലെത്തട്ടെ എന്നതാണ് തലസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതികരണം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുമ്പോൾ ഭരണ തുടർച്ചയാണോ, മാറ്റമാണോ, അതോ മൂന്നാം മുന്നണിയുടെ ഉയർച്ചയാണോ ഉണ്ടാവുക എന്നതാണ് പ്രസക്തമായ ചോദ്യം. വിധി എഴുതേണ്ട ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. UDF വരുവാണെങ്കിൽ പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഒരു തെരഞ്ഞെടുപ്പ് വന്ന പോലെ, അച്യുതാനന്ദൻ മാറിയിട്ട് വന്ന പോലെ വളരെ പരാപരമായിട്ടുള്ള ഭൂരിപക്ഷമായിരിക്കും. അതേ ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുവശം വീണ്ടും തുടർഭരണത്തിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുറച്ച് വികസനമൊക്കെ അവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഭരണ തുടർച്ച പറയുന്നൊരു വിഭാഗമുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ തമ്മിലടി ഉള്ളതുകൊണ്ട് ഒരു നേതാവിനെ സെലക്ട് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നൊരു സംശയമുണ്ട്. BJP അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. ആളുകളുടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ആരെയും ഇപ്പോൾ കേരളത്തിൽ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അറിയാം, ഇനി അനുഭവിക്കാൻ പോകണതും അറിയാം. അതുകൊണ്ട് സന്തോഷം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ BJP സീറ്റ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. കൂടുതൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തൊക്കെയാണെങ്കിലും സീറ്റുകൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ നോട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് പറയുന്നത് സ്വജനപക്ഷപാതമാണ്. അതിൽ മാറ്റി നിർത്താൻ എനിക്കാരെയും തോന്നിയില്ല. ഇപ്പോൾ നടക്കുന്ന ഭരണത്തിൽ വലിയ വലിയ പ്രോജക്റ്റിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു 10 വർഷത്തെ ഒരു ചെറിയൊരു പ്രശ്നവും ജനങ്ങൾക്കുണ്ട്. മാറി വരട്ടെ എന്ന ചിന്താഗതിയാണ്. പക്ഷേ അതിൽ BJP വോട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയം അതിനൊരു സ്വാധീനിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്ന തുടർച്ചയായിട്ട് ഭരണം കയ്യിൽ വരുന്ന സമയത്ത് ഒരുപാട് പോരായ്മകൾ വരാനും ചാൻസ് ഉണ്ട്. ഇംപ്രൂവൈസേഷൻ കാണാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യത കൂടാൻ ചാൻസ് കുറവാണ്.
അപ്പം ഒരു മാറിയൊരു ഭരണം വന്നാൽ അവരുടെ ഭരണം എങ്ങനെയാണ്, ഇതിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുമെന്ന് കാണാനൊരാഗ്രഹമുണ്ട്. ആരും വന്നാലും കണ്ടുപോകണം, നമ്മളെ പൊതുജനം നല്ല കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഉപയോഗങ്ങളുണ്ടാകണം, ആരാ ഭരിക്കട്ടെ. ഒരു ഡെമോക്രസി ഏതൊരു ഗവൺമെൻറ് എന്ന് പറയുന്നതും ആദ്യം റെഗുലേഷനും പിന്നെ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. വെൽഫെയർ എന്നൊരു പാർട്ടിലോട്ട് വരപ്പോഴത്തേക്കും അത് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ടറാണ്, പക്ഷേ UDF ജയിക്കുമെന്നാണ് എൻ്റെ ഒരു. LDF ആണെന്നുണ്ടെങ്കിലും UDF ആണെങ്കിലും അല്ലെങ്കിൽ അത് BJP ആണെങ്കിലും മനുഷ്യർ നമ്മുടെ കേരളത്തിലുള്ള സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്കും നല്ലതായി കിട്ടുന്നതിന് വേണ്ടി, എന്ന് വെച്ചാൽ എല്ലാ കൊണ്ടും സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതായിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ഇത്. UDF കലഹം അവസാനിച്ച് കഴിഞ്ഞാൽ അവർ സാധ്യതയുണ്ട്. ഭരണമാറ്റം ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിന് പറ്റിയ ഒരു പ്രതിപക്ഷം ഇല്ലല്ലോ. ഈ ഭരണം തുടർച്ച ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഞാനൊരു KSRTC പെൻഷനറാണ്. KSRTC പെൻഷൻ ഈ 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പെൻഷൻ നമുക്ക് അര മാസത്തെ പെൻഷൻ വെച്ച് ആണ് UDF തന്നുകൊണ്ടിരുന്നത്. അപ്പോഴന്ന് നമ്മൾ ചിന്തിച്ചു ഒരു ഭരണമാറ്റം വേണമെന്ന്. അങ്ങനെ ഭരണമാറ്റം വന്ന് 1ാം പിണറായി സർക്കാർ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ സൊസൈറ്റി വഴി കൺസോർഷ്യം ഉണ്ടാക്കി പണം കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി കിട്ടൂല, ആ മാസം നമുക്ക് തരും. BJP ആയിരിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അഴിമതിയാണല്ലോ കാണിച്ചത്. ഇത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും രണ്ടുപേരും ഇതാണല്ലോ കാണിച്ചത്. അങ്ങനെ കണ്ടിട്ട് രണ്ടുപേരും തീവ്ര ഗ്രൂപ്പിലോട്ടാണ് രണ്ടുപേരും പോയിരിക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഇലക്ഷനിൽ മിക്കവാറും CPM-ന് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടും. LDF-ന് ഒരു സാധ്യതയുണ്ട്. കാരണം LDF-ന് താല്പര്യമായിട്ടല്ല, UDF-ന് പിന്നെ സതീശൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ അവരുടെ സ്റ്റേജിൽ തമ്മിലടിയുണ്ടായി. അവരൊക്കെ ജനങ്ങൾക്ക് UDF-ന് ഭരണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അവർ തന്നെ തമ്മിലടിക്കുക. ഇപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ മലയോര മണ്ണായ കോന്നിയിലേക്കാണ്. കോന്നി എന്തായാലും ഇന്ന് വികസനത്തിൻ്റെ പുതിയ പാതയിലാണ്. ആനക്കൂടിൻ്റെ പെരുമയോടൊപ്പം അത്യാധുനിക മെഡിക്കൽ കോളേജും മലയോര ഗ്രാമങ്ങളെ കോർത്തിണക്കുന്ന BM&BC റോഡുകളുമൊക്കെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നു. കോന്നി MLA KU ജനീഷ് കുമാറിനൊപ്പം മണ്ഡലത്തിലെ പ്രധാന വികസന കാഴ്ചകളിലേക്ക്. ഒരു കാലത്ത് കാട്ടുമുക്ക് എന്ന് വിളിച്ചിരുന്ന ഈ പ്രദേശം മെഡിക്കൽ കോളേജിന്റെ വരവോടെ വികസന കുതിപ്പിലാണ് ഇന്ന്. 352 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമായത്. അത്യാധുനിക OP ബ്ലോക്ക്, ലേബർ റൂം, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ സജ്ജമായി കഴിഞ്ഞു. മലയോര ജനതയ്ക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഇനി നഗരങ്ങളെ തേടി പോകേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് ഈ കെട്ടിടങ്ങൾ. കോന്നി മെഡിക്കൽ കോളേജ് ഇതേപോലെ പതിറ്റാണ്ടുകളായി കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പദ്ധതിയായിരുന്നു. മലയോര നാടിൻ്റെ ആ സ്വപ്ന പദ്ധതി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത്. അതിൻ്റെ ഭാഗമായി എല്ലാ വിധത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുങ്ങി 2022 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരം നേടിയെടുത്തു. ഇപ്പോൾ 4ാം വർഷ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ 100 ഡോക്ടർമാരെ നമ്മുടെ മെഡിക്കൽ കോളേജ് രാജ്യത്തിന് സംഭാവന കൊടുക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ 352 കോടി രൂപ കൊണ്ട് വളരെ വേഗമാണ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പുനലൂർ മൂവാറ്റുപുഴ പാത കോന്നിയുടെ യാത്രാദുരിതം അവസാനിപ്പിച്ചു. കലഞ്ഞൂർ മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ നടന്ന നവീകരണം മണ്ഡലത്തിലെ വ്യാപാര മേഖലയ്ക്കും വലിയ ഉണർവ് നൽകി. ഗ്രാമീണ മേഖലകളിലേക്കുള്ള മറ്റു റോഡുകളും BM&BC ടാറിംഗ് നടത്തി മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചു. പലപ്പോഴും മലയോര മേഖലയിലെ ജനങ്ങൾ പ്രയാസം അനുഭവിച്ച് റോഡുകളുടെ കാര്യത്തിലായിരുന്നു. ആ റോഡുകളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, അതെല്ലാം ആധുനിക നിലവാരത്തിലേക്ക് മാറി. BM&BC നിലവാരത്തിലേക്ക് മലയോര മേഖലയിലെ റോഡുകൾ മാറി. 1000 കോടിയിലധികം രൂപയാണ് ഗ്രാമീണ റോഡിൻ്റെ വികസനത്തിന് മാത്രം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൈരവൺ പാലം, ചിറ്റൂർക്കടവും ആവണിപ്പാറയും ഉൾപ്പെടെ പാലങ്ങൾ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന കോന്നി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ ആനക്കൂടും, അടവി, കുട്ടവഞ്ചി സവാരിയും വനത്തിനുള്ളിലെ ബാംബു ഹട്ടുകളും
കോന്നിയെ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. പച്ചപ്പിനെ നോവിക്കാതെ നടപ്പിലാക്കുന്ന ഗ്രീൻ ടൂറിസം പദ്ധതികൾ മണ്ഡലത്തിലെ നൂറുകണക്കിന് പേർക്ക് തൊഴിലവസരവും നൽകുന്നു. മനോഹരമായ കോന്നി കൂടുതൽ ടൂറിസ്റ്റുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി ആനക്കൂടും അടവിയും ആലുവാങ്കുടിയും ഗവിയും എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ടൂറിസം സർക്യൂട്ടിന് തുടക്കം കുറിക്കുകയാണ്. ആനക്കൂട്ടിൽ നിരവധി പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. അടവിയിൽ കൂടുതൽ പദ്ധതികൾ, കൊട്ടവഞ്ചിക്ക് അപ്പുറമുള്ള മറ്റു പദ്ധതികൾ, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അടവിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഹൈടെക് ക്ലാസ് മുറികളും ആധുനിക ലാബുകളുമായി മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ഒപ്പം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്ന ഗുരു നിത്യചൈതന്യയതി സാംസ്കാരിക സമുച്ചയവും അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രവും കോന്നിയുടെ സാംസ്കാരിക മേഖലയിൽ വലിയ മുന്നേറ്റമാകും കൊണ്ടുവരിക. വരും നാളുകളിൽ കൂടുതൽ വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കോന്നി കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറുമെന്നാണ് പ്രതീക്ഷ. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയാണ് കോന്നി മണ്ഡലം. നിരവധി മലയോര കർഷകരുള്ള മണ്ഡലം, വന്യമൃഗശല്യം രൂക്ഷമായ മണ്ഡലം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും വികസനവും ഇവിടെ നിരവധിയുണ്ട് എന്നാണ് MLA അടക്കം അവകാശപ്പെടുന്നത്. എന്നാൽ അത്തരത്തിലല്ല. കഴിഞ്ഞ 7 വർഷം മുൻപത്തെ അതേ രീതിയിലാണ് കോന്നി ഇപ്പോഴുമുള്ളത് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നുമുണ്ട്. എന്തായാലും വരുന്ന ഇലക്ഷനിൽ എന്താണ് കോന്നിയിലെ സ്ഥിതിയെന്ന് കണ്ടറിയാം. കോന്നിയിൽ നിന്നും ക്യാമറാമാൻ രതീഷ് മണബേശ്വലിനൊപ്പം കണ്ണൻദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി കെ ആൻസലൻ MLAക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. നെയ്യാറ്റിൻകരയിൽ ജനറൽ ആശുപത്രിയുടെ വികസന പൂർത്തീകരണം നടത്താൻ കഴിയാത്തതും വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് കോളേജിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ നീണ്ടുപോകുന്നതുമാണ് 10 വർഷത്തെ തൻ്റെ പ്രവർത്തനത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാത്ത പദ്ധതിയായി MLA കെ ആൻസലൻ പറയുന്നത്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രമായി നെയ്യാറ്റിൻകരയെ മാറ്റാൻ കഴിയുമെന്നും MLA പറയുന്നു. 10 വർഷം നെയ്യാറ്റിൻകരയുടെ MLA ആയി തുടർന്നതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി പറയുമ്പോഴും ഏതാനും പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശയും കാരണവും MLA കെ ആൻസലൻ വ്യക്തമാക്കി. ഭൂമി ലഭിക്കാത്തതിലെ സാങ്കേതിക പ്രശ്നം മൂലം ജനറൽ ആശുപത്രിയുടെയും കുളത്തൂർ ഗവൺമെന്റ് കോളേജിന്റെയും വികസനം വേണ്ട രീതിയിൽ നടത്താൻ കഴിയാതെ പോയി. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യം നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൻ്റെ പരിപൂർണമായ വികസനമാണ്. അപ്പോൾ അതിൽ നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതിയായിരുന്നു. ആ സ്ഥലപരിമിതിക്ക് സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ 2013 ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 1 മാസം 2 മാസം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. 1-2 വർഷം ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ട് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കിഡ്ഫിയുടെ ഒരു വലിയ മെഗാ പ്രോജക്റ്റ്, ഒരു നല്ല ഒരു വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു. കുളത്തൂർ ഗവൺമെൻറ് കോളേജാണ് നമുക്ക് 12 കോടി രൂപ 2018 നൽകിയിട്ടും അവിടെ നമുക്ക് ഭൂമി കിട്ടാത്ത ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ 2 പ്രശ്നവും പരിഹരിക്കാൻ കഴിയാത്തത് ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഉണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ്. റോഡുകളുടെ വികസനത്തിൽ കരമന കളിയിക്കാവിളപ്പാതയിൽ കൊടിനട മുതൽ വഴിമുക്ക് വരെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. വഴിമുക്ക് മുതൽ കളിയിക്കാവിള വരെ 17 കിലോമീറ്റർ ഒറ്റ റീച്ചായി ഭൂമി ഏറ്റെടുക്കാൻ ഇനിയും കഴിയേണ്ടതുണ്ട്. ടൗണിന്റെ വികസനത്തിന് പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ 20 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ടൗണുമായി ബന്ധപ്പെട്ട ഇടറോഡുകൾ കൂടുതൽ വികസിപ്പിക്കേണ്ടതായുണ്ട്. ഏകദേശം 140 കോടി രൂപ കൊടുത്ത് നമ്മളിപ്പോൾ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. കൊടിനട മുതൽ വഴിമുക്ക് വരെ എല്ലാ ഉടമകൾക്കും പൈസ അനുവദിച്ചു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് വഴിമുക്ക് നിന്ന് കളിയിക്കുള്ള വരെ 17 കിലോമീറ്റർ ഒറ്റ റീച്ചായി നമുക്ക് ഭൂമി ഏറ്റെടുത്ത് നടപടി പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 നെയ്യാറ്റിൻകര ടൗണിൽ നമുക്ക് ആവശ്യമായ വികസനം വേണ്ടിവരും. അതിൽ ഒന്ന് പാർക്കിംഗ് പ്രശ്നം നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ടൗണിൽ അതിനാവശ്യമായിട്ട് ഒരു 10-20 ഏക്കർ ഭൂമി ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാൻഡ് അക്വിസിഷനിൽ കൂടി എടുക്കേണ്ടി വരും. അതിപ്പോൾ ഈ ബജറ്റിനകത്ത് അതിൻ്റെ ഒരു പ്രപ്പോസൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നെയ്യാറിന് സമാന്തരമായി ഈരാറ്റുപുറം മുതൽ പൊഴിയൂർ വരെ സമാന്തര പാത തയ്യാറാക്കാനും അരീപ്പുറം ഉൾപ്പെടുത്തി ടൂറിസം ഹബ്ബാക്കി മാറ്റാനും കഴിയുമെന്ന് MLA പറയുന്നു. പിന്നെ നെയ്യാറിന് സമാന്തരമായി ഒരു ബണ്ട് റോഡ് നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ വടക്ക് ഈരാറ്റുപുറം ഒരു ചെറിയ ഐഡിയൽ പ്ലേസ് ആയിരുന്നു. അത് ഞാൻ വന്നതിന് ശേഷം ഏകദേശം ഒരു 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അരീപ്പുറം അടക്കം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെയ്യാറെത്തുന്ന പൊഴിയൂർ വരെ ഒരു സമാന്തര പാത നമുക്ക് ഈ നെയ്യാറിനൊപ്പം തന്നെ ഒരു പാത രൂപപ്പെടുത്തിയെടുത്താൽ അത് ടൂറിസത്തിന് വലിയ സാധ്യതകൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇതിനെല്ലാം പുറമെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി നെയ്യാറ്റിൻകരയെ മാറ്റാനും മണ്ഡലത്തെ കൂടുതൽ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാൻ ഇതിലൂടെയാകുമെന്നാണ് കെ ആൻസലൻ വിശ്വസിക്കുന്നത്.
പിന്നെ നമുക്ക് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നെയ്യാറ്റിൻകരയെ മാറ്റണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. ഇപ്പോൾ തന്നെ പ്രൈവറ്റ് കമ്പനികൾ അവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് അക്വസിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഭൂമി നമ്മുടെ ഈ മണ്ഡലത്തിനകത്തുണ്ട്. ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സാധ്യത വളരെ വലുതാണ്. വികസന പാതയിൽ ഏറെ മുന്നേറാനുണ്ട് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം. സ്ഥലം ഏറ്റെടുക്കലാണ് മണ്ഡലത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് MLA പരിഭവപ്പെടുന്നു. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം തുടരുകയാണ്. രോഗികളാകെ വലഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രശ്നപരിഹാരത്തിനായി ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടക്കുമെന്ന് അറിയിച്ചിരുന്ന ഉദ്യോഗസ്ഥ തല യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. സർക്കാർ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച സമരം ശക്തമായി തുടരാൻ തന്നെയാണ് KGMCTയുടെ തീരുമാനം. സമരത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ യോഗങ്ങൾ നടക്കും. സമരം മെഡിക്കൽ കോളേജുകളിലെ OP, IP സേവനങ്ങളെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. 10ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ജോസഫ് ഒരിക്കൽ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ജോസഫ്, രാവിലെ തന്നെ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയാണ്, സങ്കടം നൽകുന്ന ഒരു വാർത്തയാണ്. കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ശ്രീജ, സംസ്ഥാനത്ത് വീണ്ടും ഒരാളെ കാട്ടാന ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. വനം വന്യജീവി സംഘർഷം ഇപ്പോഴും രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ണൂർ ആറളം ഫാമിൽ സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിലെ 10ാം ബ്ലോക്കിലെ അനീഷിനെയാണ് ഇപ്പോൾ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. 25 വയസ്സാണ് ഈ അനീഷിന്റെ പ്രായം. സോമന്റെ മകനാണ്. എന്തായാലും ഇന്ന് രാവിലെ വീട്ടുമുറ്റത്ത് 4 മണിയോടെ വീട്ടുമുറ്റത്ത് ഇറങ്ങിയപ്പോഴായിരുന്നു വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാട്ടാന അനീഷിനെ ചവിട്ടിയത്. ഇതിൽ ഗുരുതര പരിക്കേറ്റ അനീഷിനെ ഉടൻ തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ ആ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. എന്തായാലും കണ്ണൂരിൽ ആറളം ഫാമിൽ ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കും പ്രത്യേകിച്ച് വന്യജീവി വകുപ്പുകൾക്കും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത്. ഇതിന് മുമ്പും ഇത്തരത്തിൽ 24ഓളം പേരാണ്, അതായത് 2014 മുതൽ 24ഓളം പേരാണ് ഇതിനോടകം തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ ഈ ഭാഗത്ത് തന്നെ മരിച്ചിട്ടുള്ളത്. ഈ ബ്ലോക്കിൽ തന്നെ 2ഓളം പേര് കഴിഞ്ഞ വർഷങ്ങളിലും മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ രോക്ഷത്തിലാണ്. സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ വന്യജീവി വകുപ്പിനെതിരെയും വലിയ രീതിയിലുള്ള വനംവകുപ്പിനെതിരെയുമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു യുവാവാണ് കാട്ടാന ആക്രമണത്തിൽ കണ്ണൂർ ആറളം ഫാമിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജോസഫ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഉദ്ഘാടനം നടത്താൻ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ എന്നുള്ള പരാതി വന്നിരിക്കുകയാണ്. മതിയായ സമയം നൽകി ഉറപ്പിക്കാതെ സിമന്റ് പൂശലും പെയിന്റിങ്ങും ഉൾപ്പെടെയുള്ള ജോലികൾ വേഗത്തിൽ തീർക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ബലക്ഷയത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. കോടികൾ ചെലവിട്ട് നടത്തുന്ന നവീകരണ പ്രവൃത്തികളുടെ ഈ അപാകത വലിയ വിവാദത്തിനാണ് വഴിതെളിച്ചിരിക്കുന്നത്. 47 കോടിയിലധികം രൂപ ചെലവിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന പത്തനംതിട്ട സ്റ്റേഡിയമാണിത്. എന്നാൽ ആ ലക്ഷ്യത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ടുള്ള അതിവേഗ നിർമ്മാണമാണ്. സിമന്റ് പൂശിയത് ഉണങ്ങുന്നതിന് മുൻപേ പെയിന്റിംഗ് ജോലികൾ തകൃതിയായി നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം തുറന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നത്. എന്നാൽ ഈ ധൃതി സ്റ്റേഡിയത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. നിലവിലുണ്ടായിരുന്ന പവിലിയന്റെ വലിപ്പം കൂട്ടുന്നതിനായി കെട്ടിയ ഭിത്തിയുടെ പണി കഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എന്നാൽ ഭിത്തിയുടെ ഈർപ്പം മാറുന്നതിനോ സിമന്റ് ഉറയ്ക്കുന്നതിനോ കാത്തു നിൽക്കാതെ തന്നെ പ്ലാസ്റ്ററിങ്ങും പെയിന്റിങ്ങും തകൃതിയായി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്.
നമുക്കൊരു കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് അടുത്ത നിർമ്മാണം നടത്താവുന്നുള്ളൂ. പക്ഷേ ഇത് കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ മറ്റ് പരിപാടികൾ, അതുപോലെ തന്നെ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളുകളിൽ എങ്ങനെയായി തീരും ഈ സ്റ്റേഡിയത്തിൻ്റെ പവലിയൻ എന്നുകൂടി നമുക്ക് ആശങ്ക ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തനം നമുക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കണം. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി സർക്കാർ ഏജൻസികൾ പരിശോധന നടത്തി ഒന്നുകിൽ നിർത്തിവെപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആവശ്യമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണം നടത്താവൂ എന്നുള്ളതാണ്. സിന്തറ്റിക് ട്രാക്ക്, നീന്തൽക്കുളം എന്നിവയുടെ നിർമ്മാണത്തിലും ഇതേ വേഗതയാണ് പിന്തുടരുന്നത്. ഓരോ പ്രവൃത്തിയും കൃത്യമായി ഉറയ്ക്കാൻ ആവശ്യമായ സമയം നൽകാതെ അടുത്തതിലേക്ക് കടക്കുന്നത് നിർമ്മാണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുമെന്നാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഈ നിർമ്മാണങ്ങൾ നടത്തി ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ തന്നെ പത്തനംതിട്ട ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യം നിങ്ങൾ അവിടെ പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. സിമൻറ്റ് പോലും ശരിയായ രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിനാവശ്യമായ ഒരു ക്യൂറിംഗ് പീരീഡ് അതുപോലും നൽകുവാനുള്ള സമയം കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ പ്ലാസ്റ്ററിങ് നടത്തുന്നു, ഉടൻ തന്നെ പെയിൻറ്റിങ് നടത്തുന്നു. ഇത് തട്ടിപ്പ് രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലോ ഒന്നും ഞങ്ങൾ എതിരല്ല. ശാസ്ത്രീയമായ രീതിയിലല്ല ഇത് നിർമ്മിക്കുന്നത് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. മാർച്ച് 14 വരെ സമയമുണ്ടെങ്കിലും ഫെബ്രുവരി അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് അധികൃതരെ ഈ വെപ്രാളത്തിന് പ്രേരിപ്പിക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത നിർമ്മാണം ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിനും അപകടങ്ങൾക്കും കാരണമാകുമെന്നിരിക്കെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വികസനം വരുന്നത് സന്തോഷകരമാണ്. എന്നാൽ അത് വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി ഒതുങ്ങരുത് എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ രതീഷ് മടമിശ്ശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. മലയോരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന മലയോര ഹൈവേയുടെ തിരുവമ്പാടി മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയിലധികവും പൂർത്തിയായതോടെ വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത തടസ്സങ്ങൾ നീങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. തിരുവമ്പാടി മണ്ഡലത്തിൽ മാത്രമായി 34 കിലോമീറ്റർ നീളുന്ന 3 റീച്ചിലെ റോഡുകളുടെ പണിയാണ് പൂർത്തിയായത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 198 കോടി രൂപ ചെലവഴിച്ചാണ് പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ വകയിരുത്തിയാണ് 34 കിലോമീറ്റർ ദൂരം പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കോടഞ്ചേരി മുതൽ കക്കാടംപൊലി വരെയുള്ള 34 കിലോമീറ്റർ ദൂരത്തിലാണ് മലയോര ഹൈവേയുടെ ആദ്യത്തെ റീച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ആ വികസന നേട്ടത്തിന് കാരണമായത് കിഫ്ബി, സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയെ രൂപപ്പെടുത്തി അതിലൂടെ ഫണ്ടിംഗ് നടത്തി. റോഡ് വന്നതിന് ശേഷം ഈ ഭാഗമെല്ലാം വളരെ മാറിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു റോഡാണ്. ഇപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ നല്ലൊരു റോഡ് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. കിഫ്ബി ഫണ്ട് വേണമല്ലോ, അത് നല്ല തീരുമാനമാണ്. വികസന മുന്നേറ്റം തന്നെ നമുക്ക് ഈ മലയോര ഹൈവേയുടെ ഭാഗമായി ഈ പ്രദേശം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. തിരുവമ്പാടി മണ്ഡലത്തിൽ മാത്രമായി കിഫ്ബി പദ്ധതിയിൽ നിരവധി ഭൗതിക സാഹചര്യ വികസന പദ്ധതികളാണ് നിലവിൽ വന്നത്. അതിലൊന്നാണ് മലയോര മേഖലയിലെ വികസനത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന മലയോര ഹൈവേ. ഇതിനോടകം തന്നെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പകുതിയിലധികവും അഭിമാനകരമായ രീതിയിൽ പൂർത്തിയായ മണ്ഡലമായി മാറിയിരിക്കുകയാണ് തിരുവമ്പാടി. കോടഞ്ചേരി, പുലിക്കയം, നെല്ലിപ്പൊയിൽ, എലന്തുകടവ്, പുല്ലൂരാമ്പാറ, പുന്നക്കൽ, കൂടരഞ്ഞി, കരിങ്കുറ്റി, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കുമ്പാറ, മേലെ കുമ്പാറ, താഴെ കക്കാട്, കക്കാടംപൊയിൽ വഴിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്ന 1250 കിലോമീറ്ററോളം ദൂരത്തിൽ സംസ്ഥാന ഗവൺമെൻറ് മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ പണിയുകയാണ്. ആ ഹൈവേയുടെ പേരാണ് മലയോര ഹൈവേ. സ്റ്റേറ്റ് ഹൈവേ 59. കോഴിക്കോട് ജില്ലയിൽ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. കോടഞ്ചേരി മുതൽ കക്കാടംപൊലി വരെയുള്ള 34 കിലോമീറ്റർ ദൂരത്തിലാണ് മലയോര ഹൈവേയുടെ ആദ്യത്തെ റീച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. 198 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ വകയിരുത്തിയാണ് 34 കിലോമീറ്റർ ദൂരം പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇനിയും 12 കിലോമീറ്റർ ദൂരം കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 44 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സംസ്ഥാന പാത കിഫ്ബി പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നു. ആ നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി ഈ മലയോര മണ്ഡലത്തിലുണ്ടായ മാറ്റം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികസന നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ വികസന നേട്ടത്തിന് കാരണമായത് കിഫ്ബി, സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയെ രൂപപ്പെടുത്തി അതിലൂടെ ഫണ്ടിംഗ് നടത്തി
ഒരു മടിയുമില്ലാതെ ധാരാളം റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്, ആ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയോര മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറിയത് എന്നുള്ളതാണ്. ജനങ്ങൾ സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് നിലവിൽ വരുന്ന റോഡ് എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. സ്ഥലം വിട്ടു നൽകിയവർക്ക് സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത ദുരിതത്തിന് അറുതി വരുത്താനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളം യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു റോഡായിരുന്നു ഇത്. അപ്പോൾ മലയോര മേഖല അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഈ റോഡ് വന്നതിന് ശേഷം ഈ ഭാഗമെല്ലാം വളരെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും സൈഡ് ടൈലൊക്കെ ഇട്ട്, ഇപ്പം സൈഡൊക്കെ ആ സ്ഥലത്തേക്കൊക്കെ നോക്കിയാൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നല്ല കൃത്യമായി കെട്ടി ഇതുപോലെ എല്ലാ വീടുകളിലേക്കും റോഡുകൾ, അപ്രോച്ച് റോഡുകളൊക്കെ അതിമനോഹരമായി കെട്ടിക്കൊടുത്ത് ടൈല് പാകി അതിമനോഹരമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയോര ഇതിൽ ഇതുപോലെ ഒരു റോഡ് വന്നതിന് ശേഷം ചെറിയ ചെറിയ ടൗണുകളൊക്കെ വൻ വികസനങ്ങളാണ് വരുന്നത്, വളരെ തെളിഞ്ഞ് വികസനങ്ങൾ വരുന്നു. അപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത്ര അതിമനോഹരമായൊരു ഹൈവേ എനിക്ക് തോന്നുന്നു വലിയ സിറ്റികളിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അതിമനോഹരമായ ഈ ഫണ്ട് മുടക്കി ഇങ്ങനെയൊരു റോഡ് വന്നത് ഈ മലയോര മേഖല ആകെ മാറി വളരെ വികസനത്തിലേക്കും പ്രത്യേകിച്ചും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മേഖലയായതുകൊണ്ട് ആ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പുലിക്കയം തൊട്ട് കോടഞ്ചേരി വരെ ഇപ്പോൾ ഒരു ദൂരമല്ലാതായി, അത്ര മനോഹരമായ വഴി. അപ്പോൾ തീർച്ചയായിട്ടും അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു മലയോര വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഇങ്ങനെ റോഡ് വന്ന ഗവൺമെൻറ്റിനും പ്രത്യേക നന്ദി പറയുന്നു. ഹൈവേ വന്നതോടുകൂടി മലയോര മേഖലയിൽ വലിയ വികസനമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ മലയോര ഹൈവേ സംബന്ധിച്ചെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു റോഡാണ്. ഇപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ നല്ലൊരു റോഡ് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പോൾ കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത സ്ഥലത്താണ് റോഡ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം അത് ഏറ്റവും നല്ലൊരു വികസന സാധ്യത ഉണ്ടായിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് തുഷാരഗിരി, അരിപ്പാറ ഈ പ്രദേശങ്ങളിലൊക്കെ വരാനും അതുപോലെ കക്കാടംപൊയിലേക്ക് നിരവധി ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ എനിക്ക് തോന്നുന്നത് സ്കൂളിൽ നിന്ന് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടൂർ കൊണ്ടുവന്ന് ഊട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ ഇപ്പോൾ കക്കാടംപൊയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ റോഡ് വന്നത് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നാടിന് ഏറ്റവും നല്ലൊരു വികസനം ആണ് ഈ മലയോര ഹൈവേ കൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് നെല്ലിപ്പൊയിലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും അതുവഴിയായിട്ട് ഒരുപാട് വാഹനങ്ങൾ വരികയും ആളുകൾ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ് ഈ മലയോര ഹൈവേ പൂർത്തിയായിരിക്കുന്നത്. സ്ഥലത്തിനുണ്ടായിട്ടുള്ള വിലക്കയറ്റം, ആളുകൾ ഇവിടെ എല്ലാം വന്ന് സ്ഥലം എടുക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നൊരു സ്ഥിതി, ടൂറിസം മേഖലയുടെ വളർച്ച, അതുപോലെ തന്നെ വാഹന ഗതാഗതങ്ങളെല്ലാം വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വികസന മുന്നേറ്റം തന്നെ നമുക്ക് ഈ മലയോര ഹൈവേയുടെ ഭാഗമായി ഈ പ്രദേശം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയാണ്. ഇവിടെയെല്ലാം കൃഷിയുടെ തകർച്ചയും വില തകർച്ചയും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ വികസന രംഗത്തുള്ള ഈ മലയോര ഹൈവേ പോലുള്ള അതേപോലെ തുരങ്കപാത പോലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് വലിയ ഒരു ഉണർവും ആളുകളിൽ വലിയൊരു ആശ്വാസം ഉണ്ടാകുന്ന രൂപത്തിലേക്കാണ് ആ കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഈ മലയോര ഹൈവേ ആയാലും അതിലുപരി തുരങ്കപാതയുടെ കാര്യങ്ങളായാലും അതെല്ലാം വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു MLAയും അതിനെല്ലാ വക പിന്തുണയും നൽകുന്ന ഒരു സർക്കാരും ഇവിടെ ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. മലയോര ഹൈവേ വന്നതോടെ കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിനും വലിയ വർധന വന്നിട്ടുണ്ട്. ഇത് സമീപ പ്രദേശങ്ങളിലെ കച്ചവടക്കാർക്കും ഒരു ആശ്വാസമാണ്. ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. തുഷാരഗിരി കക്കാടംപൊയിൽ ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ അല്ലാതെ എല്ലാം ഉണ്ട്, നേട്ടമുണ്ട്. ഇനി ഇതിങ്ങനെ നേട്ടമായി നടക്കും. മലയോര ഹൈവേയുടെ ഇതുകൊണ്ട് ഒരു 4-5 കൊല്ലത്തിലുള്ള കുറേ മാറ്റങ്ങൾ അങ്ങാടിയെ സംബന്ധിച്ച് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് വണ്ടികൾ നമ്മൾ നിലവിലെ കഴിഞ്ഞും ഒരു 10% വർധന വന്നിട്ടുണ്ട്. മലയോര ഹൈവേ വന്നിട്ട് ഈ മഞ്ഞുവയൽ ഭാഗങ്ങളിലൊക്കെ സ്ഥലങ്ങളൊക്കെ തന്നെ വിറ്റ് പോകുന്നു. മഞ്ഞുവയൽ ഈ ഹൈവേ മേഖലയിൽ സ്ഥലങ്ങൾ വിറ്റ് നല്ലപോലെ ഒന്നും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലങ്ങൾ വിറ്റ് പോകാനുള്ള ഒക്കെ ചാൻസുകൾ ഈ മലയോര ഹൈവേയിൽ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ നിരവധി റിസോർട്ടുകളാണ് ഇതിനോടകം ആരംഭിച്ചിട്ടുള്ളതെന്നും ഇതെല്ലാം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്നും കച്ചവടക്കാർ പറയുന്നു. മലയോര ഹൈവേ ആയതുകൊണ്ട് നമുക്ക് തിരുവമ്പാടിക്ക് അപ്പുറത്തേക്ക്, അതേപോലെ തന്നെ താമശ്ശേരിക്ക് താലൂക്കിന് അപ്പുറത്തേക്ക്
കോഴിക്കോട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയപ്പെടുന്നൊരു സ്ഥലമായി മാറി ഓട്ടോമാറ്റിക്കലി. അതുപോലെ തന്നെ ബിസിനസ്, മറ്റ് വ്യാപാരങ്ങൾ ഒത്തിരി പുറമേ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. പതങ്കയമുണ്ട്, അതേപോലെ അരിപ്പാറയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, അതേപോലെ കുറുങ്കയം വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് ഇങ്ങോട്ടേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. ബിസിനസ്സിന് നല്ല ബാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥലത്തിന് ഏകദേശം അന്നൊക്കെ റോഡ് സൈഡിൽ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 2, 2.5, 3 അതിന് മുകളിലേക്ക്. ടൗണിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടും. അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വികസനം തന്നെയല്ലേ, അവിടെയുള്ള ജനങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെയാണ്. വീട്ടിപ്പാറ, കൂമ്പാറ ഭാഗങ്ങളിൽ 2 പാലങ്ങളും ഈ പാതയിൽ ഉൾപ്പെടുന്നുണ്ട്. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്നതാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം. ഈ പദ്ധതി പ്രദേശവാസികളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റവും ചെറുതല്ല. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞൊരു പ്രദേശം നമ്മുടെ കോഴിക്കോടിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽപ്പെട്ടൊരു പ്രദേശമാണ്. അവിടേക്ക് KSRTC ബസ് മാത്രമേ സർവീസ് നടത്താൻ. ചില സമയത്ത് റോഡ് തകരുമ്പോൾ KSRTC ബസ് തന്നെ പോകാത്ത ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 40 ടൂറിസ്റ്റ് ബസ്സുകൾ, ഏറ്റവും കുറഞ്ഞത്. അത് വീക്കെൻഡൊക്കെ ആകുമ്പോൾ 50, 60, 100 വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്രമാത്രം വാഹനങ്ങൾ വരുന്നു. അനുബന്ധ അതുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റുകൾക്കുള്ള ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ കക്കാടംപൊയിൽ മാറുന്നു. സ്ഥലത്തിന് ഒരു വിലയും ഇല്ലാതിരുന്ന സ്ഥലമാണ്, ഇപ്പോൾ പൊന്നും വില ആ സ്ഥലത്തിനാവുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ മലയോര ഹൈവേ ആണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിലൂടെ ഫണ്ടിങ് നടത്തിയതാണ്. ഇനി 12 കിലോമീറ്റർ കൂടി കിഫ്ബി ഫണ്ടിലൂടെ പൂർത്തീകരിക്കുന്നതോടെ ഇത് തിരുവമ്പാടി മണ്ഡലത്തിലെ മലയോര മേഖലകളിൽ വൻ വികസന കുതിപ്പാണ് ഉണ്ടാക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഏറ്റക്കുറച്ചുകൾ പ്രകടവുമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വം, ഒപ്പം തന്നെ US ഇറാൻ യുദ്ധസമാനമായ അന്തരീക്ഷം, ഇതെല്ലാം വിപണിയുടെ ഇപ്പോഴത്തെ ഒരു വിൽപ്പന സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. നിക്ഷേപ സ്ഥാപനങ്ങൾ കാര്യമാത്ര വിപണിയിൽ വിൽപ്പനയിൽ അല്ലെങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരാണ് ഇപ്പോൾ വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറുകിട നിക്ഷേപകരുടെ വിൽപ്പനയാണ് വിപണിയെ താഴോട്ട് നയിച്ചത്. സാധാരണഗതിയിൽ വിപണിയിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും ഒപ്പം തന്നെ കാര്യമാത്ര വിപണിയിൽ നേട്ടമുണ്ടാകാത്തൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകർ വിപണിയിൽ നിന്ന് വിറ്റുമാറുക എന്നുള്ളത് പതിവ് തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള സൗത്ത് കൊറിയ, ജപ്പാൻ തുടങ്ങിയവയെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം തുടരുകയും അവയെല്ലാം തന്നെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ വ്യാപാരം തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടർന്ന് വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം നേരത്തെ തുടർന്ന വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തന്നെയാണ്. വരും ദിവസങ്ങളിലും അതിൽ ഏതെങ്കിലും തരത്തിലൊരു പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നയിക്കും. എന്നാൽ അതല്ലാത്ത പക്ഷം ഈ രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം തുടരുകയും ചെയ്യാം. 25,500 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ നിലവാരത്തിന് താഴെയാണ് ഇപ്പോൾ വ്യാപാരം തുടരുന്നത്. അതുകൊണ്ട് തന്നെ അത് മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ വളരെ പ്രധാനം തന്നെയാണ്. നന്ദി ശ്രീ ദിലീപ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് വിധി പറയും. ദ്വാരപാലക ശില്പ കേസിലാണ് റിമാൻഡ് 90 ദിവസം പൂർത്തിയായത് കാട്ടി ഹർജി സമർപ്പിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് തിരുവാഭരണ മുൻ കമ്മീഷണറായ KS ബൈജുവിനെ കട്ടിളപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർത്തു. സ്വർണ്ണ കവർച്ച നടന്ന സമയത്തെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ KS ബൈജുവിനും ഉത്തരവാദിത്തമുണ്ടെന്ന് കാട്ടിയായിരുന്നു അറസ്റ്റ്. റിമാൻഡിൽ കഴിഞ്ഞു വന്ന ബൈജുവിന് കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയായതിനെ തുടർന്ന് ഫെബ്രുവരി 12-ന് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്ന് ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതോടെ KS ബൈജുവും ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങും. കേസിൽ ഇതുവരെ 6 പ്രതികൾ ജയിൽ മോചിതരായി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4 പേർ സ്വാഭാവിക ജാമ്യം തേടിയാണ് പുറത്തിറങ്ങിയത്. കൃഷി ഇറക്കുന്ന കർഷകന് മണി വാരിക്കൂട്ടാൻ ശേഷിയുള്ള മണിത്തക്കാളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണിത്തക്കാളികൾ പ്രത്യേകം കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ട് ആലപ്പുഴയിൽ. കൃഷിയിലൂടെ തൻ്റെ പേര് വാനോളം ഉയർത്തിയ ശുഭകേശൻ്റെ കൃഷിയിടത്തിലെ മണിത്തക്കാളിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
ദേശീയപാതയോരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ യാത്രക്കാരുടെ കണ്ണിലുടക്കാതെ മറഞ്ഞു നിൽക്കുന്ന വിസ്മയമാണ് കഞ്ഞിക്കുഴിയിലെ ശുഭകേശന്റെ കൃഷിയിടം. പാതയോരത്തെ പൊടിപടലങ്ങൾക്കിടയിലും വർണ്ണവിസ്മയം തീർത്തും കാഴ്ചയ്ക്കിമ്പമൊരുക്കിയും നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഈ ചെറിയ ഇനം തക്കാളിക്കൂട്ടങ്ങൾ. മഞ്ഞയും ചുവപ്പും പച്ചയും നിറങ്ങളിൽ മുന്തിരിക്കുലകൾ പോലെ അഴകൊത്ത് വളർന്നു നിൽക്കുന്ന ഇവയ്ക്ക് പേര് മണിത്തക്കാളി എന്നാണ്. ആള് സാധാ തക്കാളിയേക്കാൾ തീരെ കുഞ്ഞനാണെങ്കിലും ഗുണം അതുക്കും മേലെയാണ്. സാധാരണ തക്കാളികൾ കറികൾക്ക് രുചി കൂട്ടുമ്പോൾ അവയിൽ നിന്ന് വ്യത്യസ്തമായി മധുരമൂറുന്ന രുചിയും ഗുണവും നേരിട്ട് സമ്മാനിക്കുകയാണ് ഈ കുഞ്ഞൻ തക്കാളികൾ. ഇത് മണിത്തക്കാളി സീറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് കഴിക്കാൻ. ഇപ്പോൾ ചൂട് കാലത്ത് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇവിടെ 2 വെറൈറ്റിയാണ്, മഞ്ഞയും ചുവപ്പും ഉണ്ട്. മഞ്ഞയ്ക്ക് ഇച്ചിരി നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരുണ്ട്. ഇക്കുറി 2 വെറൈറ്റികളിലായി 250 ചൂട് കൃഷി ഇറക്കിയ ശുഭകേശൻ കഴിഞ്ഞ തവണ നട്ടു വളർത്തിയത് വ്യത്യസ്തങ്ങളായ 12 ഇനം മണിത്തക്കാളികളാണ്. സാധാരണ കണ്ടുപരിചയിച്ച തക്കാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഇവയ്ക്ക് ആവശ്യക്കാരും നിരവധിയാണ്. കിലോഗ്രാമിന് 100 മുതൽ 120 വരെയാണ് വില. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും കൃഷി ഇറക്കിയാൽ കുറഞ്ഞ ചെലവിൽ കർഷകന്റെ പോക്കറ്റിൽ മണി നിറയ്ക്കാൻ മിടുക്കരാണ് ഈ മണിത്തക്കാളികൾ. ആരാധർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. കൊല്ലം മുണ്ടയ്ക്കലിൽ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിന് കുത്തേറ്റു. മുണ്ടയ്ക്കൽ തുമ്പറ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ഉദയമാർത്താണ്ഡപുരം സ്വദേശി സന്ദീപാണ് കുത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ശംഭു ചികിത്സയിൽ തുടരുകയാണ്. കൊടുംവേനലിലും 1.5 സെന്റിൽ പച്ചക്കറി കൃഷിയുമായി ഒരു വീട്ടമ്മ. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ സെലീനാമ്മയാണ് ജൈവരീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് മാതൃകയാകുന്നത്. ഇൻഫാമിൻ്റെ 1.5 സെന്റ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ കൃഷി. 3 മാസം മുൻപാണ് ഇൻഫാം 1.5 സെന്റ് പച്ചക്കറി കൃഷി പദ്ധതിയുമായി കർഷകരെ സമീപിച്ചത്. നിരവധി കർഷകർ പദ്ധതി ഏറ്റെടുത്തു. ഇതിനായി വിത്തുകൾ ലഭിച്ചപ്പോൾ സെലിനാമ കാട് പിടിച്ചു കിടന്ന തന്റെ ഭൂമി വെട്ടിത്തെളിച്ച് വിത്ത് കുഴിച്ചിട്ടു. ചാണകവും വെള്ളവും ആവശ്യത്തിന് നൽകി. വിത്തുകൾ കിളിർത്ത് തളിർത്ത് പൂവിട്ട് ആവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു. പയറ്, പച്ചമുളക്, വഴുതന, കെയിൽ, ഇഞ്ചിപ്പയർ, ബീൻസ്, തക്കാളി, ചീര തുടങ്ങി വിവിധയിനം പച്ചക്കറികളാണ് 1.5 സെന്റിൽ വിളഞ്ഞു നിൽക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ ആർക്കും സമൃദ്ധമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് സെലിനാമയുടെ പക്ഷം. പുലർച്ചെ മുതൽ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന സെലിനാമ പച്ചക്കറി കൃഷിക്കായി മാറ്റിവെക്കുന്നത് 1 മണിക്കൂറാണ്. 1.5 സെന്റ് സ്ഥലമുണ്ട്, അതിൻ്റെ അകത്താണ് കൃഷി ചെയ്യുന്നത്. സമയം കിട്ടുന്ന നേരം വെളുത്ത് 1 മണിക്കൂർ നേരം മറ്റുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യും. 1 മണിക്കൂർ നേരം ചെയ്യും. വളങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ചാണകവും ചാരവും അങ്ങനെ മാത്രമൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ കൃഷി ചെയ്യുന്നത്. കൃഷി കുഴി കുത്തി പയറിൻ്റെ വിത്തിട്ട് വെള്ളം ഒഴിച്ച് ചാണകമൊക്കെ ഇട്ട് അങ്ങനെ കൃഷി ചെയ്തത്. വിളവെല്ലാം എടുക്കാറായി, എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പറിച്ചു. വീട്ടമ്മമാരിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഫാം പദ്ധതി നടപ്പാക്കിയത്. ഇൻഫാമിന്റെയും PDSന്റെയും ആദ്യ സംഘം പരിശോധന പൂർത്തിയാക്കി. സെലിനാമയുടെ 1.5 സെന്റിലെ പച്ചക്കറി വിപ്ലവം മറ്റു വീട്ടമ്മമാർക്കും മാതൃകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMKയിലെ മുതിർന്ന നേതാവുമായ ഒ പനീർസെൽവം ഇന്ന് DMKയിൽ ചേർന്നേക്കും. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി പനീർസെൽവം കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. DMK സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരുമെന്നും പനീർസെൽവം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ബജറ്റ് ചർച്ചകൾക്കിടെ നിയമസഭയിൽ OPS പക്ഷ MLA P. അയ്യപ്പൻ സ്റ്റാലിനെ പ്രശംസിച്ചതും ശ്രദ്ധേയമായിരുന്നു. ചെന്നൈയിലെ ഹോട്ടലിലേക്ക് മാറിയ ഒ പനീർസെൽവം രാവിലെ DMK ആസ്ഥാനത്ത് എത്തിയേക്കും എന്നാണ് വിവരം. തേനിയിൽ 1 or 2 സീറ്റ് DMK OPSനും അനുയായികൾക്കും നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ചയാളുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. KSU പ്രവർത്തകൻ ബിത്തുൽ ബാലന്റെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. പുലർച്ചെ 2:30 സംഭവം. വടകര തിരുവള്ളൂരിലെ വീട്ടിൽ ബിതുലിന്റെ മാതാപിതാക്കൾ മാത്രം ഉള്ളപ്പോഴാണ് സംഭവം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച ബിതുൽ റിമാൻഡിലാണ്. അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. T20 ലോകകപ്പ് സൂപ്പർ 8 നിർണായക പോരാട്ടത്തിൽ സിംബാബ്വെയെ കീഴടക്കി ഇന്ത്യ.
72 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 257 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യ സിംബാബ്വേക്ക് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തോൽവിയോടെ സിംബാബ്വെ ലോകകപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ജയത്തോടെ സെമി സാധ്യതകൾ സജീവമാക്കിയ ഇന്ത്യക്ക് ഞായറാഴ്ച കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായി നടക്കുന്ന മത്സരം ജയിച്ചാൽ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം സെമിയിൽ പ്രവേശിക്കും. എന്തായാലും ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ വാർത്തകളുടെ ഒക്കെ അപ്ഡേഷൻ വരാനുണ്ട്. ആ അപ്ഡേഷൻ ഞങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കും. ആ അപ്ഡേഷനായി കാണുക അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ. നമസ്കാരം.